ഇന്ന് നമ്മൾ CBSE 8ാം ക്ലാസ്സിലെ ഹിന്ദി ടെക്സ്റ്റ് ബുക്കായ ദുർവ ടെക്സ്റ്റ് ബുക്കിൻ്റെ എട്ടാമത്തെ പാഠത്തിൻ്റെ പേര് സസ്തേ കാ ചക്കർ. ഇതൊരു നാടകത്തിൻ്റെ സ്ക്രിപ്റ്റാണ്. സസ്തേ കാ ചക്കർ എന്ന് പറഞ്ഞാൽ, സസ്ത എന്ന് പറഞ്ഞാൽ വില കുറഞ്ഞ സാധനങ്ങൾക്ക് പുറകെ പോകുമ്പോൾ പറ്റുന്ന പ്രശ്നങ്ങൾ, അതിനെക്കുറിച്ചാണ് ഈ പാഠത്തിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. चुट्टी के घंटे की आवाज़. 8-10 बच्चे एक दूसरे को धक्का देते, हंसते, चिढ़ाते, बैग लिए भागते हुए चले जाते हैं. അപ്പോൾ ഇതൊരു സിറ്റുവേഷൻ പറയുകയാണ്. നാടകം തുടങ്ങുന്നതിന് മുമ്പുള്ള ഒരു സിറ്റുവേഷൻ. ചുട്ടിക്ക് ഘണ്ടയ്ക്ക് ആവാസ്, അതായത് ബെല്ലടിച്ചു, സ്കൂൾ ബെല്ലിൻ്റെ സൗണ്ട് വന്നു. പിള്ളേരെല്ലാം ഓടി വീട്ടിലോട്ട് പോവുകയാണ് ധൃതി കൂട്ടിയിട്ട്. 8-10 ബच्चे, 8-10 കുട്ടികൾ, ഏക് ദൂസരേക്കോ ധക്ക ദേത്തെ, ഓരോരുത്തരെയും ഉന്തി തള്ളി, ഹസ്തേ ചിരിച്ചുകൊണ്ട് കളിയാക്കിക്കൊണ്ടൊക്കെ ബാഗ് എടുത്തുകൊണ്ട് അവർ നടക്കുകയാണ്. बीच बीच में स्टेज के अंदर से फेरी वालों की मज़ेदार लटके भरी आवाज़ें. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ആ സ്റ്റേജിൻ്റെ ഉള്ളിൽ നിന്നും ഫേരി വാല എന്ന് പറഞ്ഞാൽ ഈ കച്ചവടക്കാർ, വഴിയോര കച്ചവടക്കാരുടെ സൗണ്ട് വരുന്നുണ്ട്. ചനെ കുറുമുറെ, അതായത് വറുത്ത കടല, അതുപോലെ തന്നെ പല സാധനങ്ങൾ, ഐസ്ക്രീമിൻ്റെയും മിഠായിയുടെയും സർബത്തിൻ്റെയും, അതുപോലെ തന്നെ നിംബു എന്ന് പറഞ്ഞാൽ ലെമൺ, സന്തര എന്ന് പറഞ്ഞാൽ ഓറഞ്ച്, അങ്ങനെ പല സാധനങ്ങൾ വിൽക്കുന്ന അവരുടെ സൗണ്ട് വരുന്നുണ്ട്. അജയ് ഓർ നരേന്ദ്ര ആത്തെ, അജയും നരേന്ദ്രം വരുന്നു. ഉമ്ര 9-10 വർഷ, 9-10 വയസ്സുള്ള കുട്ടികളാണ് ഈ അജയും നരേന്ദ്രനും. അജയ് ദുബല, അജയ് വളരെ മെലിഞ്ഞിട്ടുള്ള ഒരു കുട്ടിയാണ്. നരേന്ദ്ര തകട എന്ന് പറഞ്ഞാൽ നല്ല തടിയുള്ള കുട്ടിയാണ് നരേന്ദ്ര. ലഗാതാർ ചട്ടർ മട്ടർ की आवाज़ करता नरेंद्र चूरन खा रहा है. അപ്പോൾ ഈ നരേന്ദ്ര, നല്ല വണ്ണമുള്ള ആ ആൺകുട്ടി എന്തൊക്കെയോ കഴിച്ച്, ചൂരൻ എന്ന് പറയുന്നത് കഴിക്കാനുള്ള മിഠായി പോലെയുള്ള സാധനം, അതൊക്കെ കഴിച്ചവൻ വരികയാണ്. ഇതാണ് സന്ദർഭം. അപ്പോൾ ഇനി ആ നാടകത്തിൻ്റെ നരേന്ദ്രനും അജയും തമ്മിലുള്ള സംഭാഷണമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം നരേന്ദ്ര പറയുന്നു, അരേ അജയ്, തൂ തോ ഇസ് സമയ് നക്കൽ കർക്കെ, നീ ഈ സമയത്ത്, അവനെ കളിയാക്കിക്കൊണ്ട് നക്കൽ കർക്കെ എന്ന് പറഞ്ഞാൽ കളിയാക്കിക്കൊണ്ട് പറയാണ്. റോജ് ലെഫ്റ്റ് റൈറ്റ് പജാമ ഡീല ടോപ്പി ടൈപ്പ് കർത്ത രഹത്ത. അപ്പോൾ അവനോട് പറയണം, നീ എല്ലാ ദിവസവും ലെഫ്റ്റ് റൈറ്റ് ചെയ്ത് ലൂസായ ഒരു പൈജാമയൊക്കെ ഇട്ട്, പാൻറ്റൊക്കെ ഇട്ട്, തൊപ്പിയൊക്കെ വെച്ച് നീ ലെഫ്റ്റ് റൈറ്റ് ചെയ്യണ സമയമാണുള്ളത്. ആജ് അഭി ഖേസെ, ഇന്ന് ഇവിടെ എങ്ങനെ നിൽക്കുന്നു. അവൻ്റെ റിഹേഴ്സലിനെ കുറിച്ചാണ് ഈ നരേന്ദ്ര പറയുന്നത്. അജയിൻ്റെ റിഹേഴ്സൽ, അജയ് എപ്പോഴും റിഹേഴ്സൽ ചെയ്യാൻ പോകും, നാടകത്തിൻ്റെ റിഹേഴ്സൽ. അപ്പോൾ ഡണ്ടി മാർ ദീന ബച്ചു, ഡണ്ടി മാർ ദീ എന്ന് പറഞ്ഞാൽ അടി കിട്ടിയല്ലേ, കേസ പക്കട, और ड्रामे से भी निकाल दिया क्या टीचर ने. അപ്പോൾ ടീച്ചർ നിന്നെ ഡ്രാമയിൽ നിന്ന്, ആ നാടകത്തിൽ നിന്ന് നിന്നെ പുറത്താക്കിയോ. അപ്പോൾ അജയ് പറയാണ്, നെഹി, ഇല്ല, അതൊന്നുമല്ല. ആജ് മമ്മിക്ക് തബിയത്ത് കുച്ച് ഖരാബ് ഥി, എൻ്റെ മമ്മിയുടെ തബിയത്ത് ഖരാബ് എന്ന് പറഞ്ഞാൽ അസുഖം, മമ്മിക്ക് അസുഖമാണ്. മെനെ ടീച്ചർ സെ കഹാ തോ ഉन्होंने മുझे छुट्टी दे दी, ഞാൻ പറഞ്ഞപ്പോൾ ടീച്ചർ എനിക്ക് ലീവ് തന്നു. മെരെ പാർട്ട് മുझे യാദ് ഭീ ഥാന, എൻ്റെ പാർട്ട്, എനിക്ക് ചെയ്യേണ്ട ആ നാടകത്തിലെ എൻ്റെ റോൾ എനിക്കറിയാമോ.
എനിക്ക് ഓർമ്മയുണ്ട്. അതുകൊണ്ട് ടീച്ചർ എന്നെ വീട്ടിലോട്ട് വിട്ടു. मैंने सोचा मम्मी तो रोज़ मुझे चाय नाश्ता कराती हैं. ഞാൻ വിചാരിച്ചു മമ്മി എനിക്ക് എല്ലാ ദിവസവും ചായയും ഭക്ഷണവും ഒക്കെ ഉണ്ടാക്കി തരുന്നു. आज मैं घर जल्दी पहुँच कर उन्हें चाय बनाकर पिलाऊं तो कितनी खुश होगी वो. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഞാൻ നേരത്തെ വീട്ടിൽ ചെന്നിട്ട് ചായ ഉണ്ടാക്കി അമ്മയ്ക്ക് കൊടുക്കും. അപ്പം അമ്മ എത്ര സന്തോഷിക്കും എന്ന് വിചാരിച്ച് ഞാൻ പെട്ടെന്ന് തന്നെ ഇറങ്ങിയതാണ്. അതുകൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. അപ്പോൾ നരേന്ദ്ര പറയാണ് ബിനാസുനെ. അവൻ പറയുന്നതൊന്നും അജയ് പറയുന്നതൊന്നും നരേന്ദ്ര കേട്ടിട്ടില്ല. ബിനാസുനെ വാ ലേ ഇസി ബാത് പർ ചൂരൻ ഖാ ബടാ മജാദാർ ഹെ. അപ്പോൾ അവൻ കഴിക്കുന്ന ആ മിഠായി, ആ ചൂരൻ അവനും അജയ്ക്ക് കൊടുത്തുകൊണ്ട് പറയുന്നു വളരെ നല്ലതാണ്, നീയും കഴിക്കുന്നു. ലേക്കിൻ യേ एक बात बता यार, आखिर तो सारे दिन इतनी पढ़ाई लिखाई ड्रामा डिबेट की मशक्क़त आखिर काहे को करते हैं. അപ്പോൾ നീ ഒരു കാര്യം പറയേ, നീ എന്തിനാണ് ഈ ദിവസം മുഴുവൻ പഠായി ലിഖായി എഴുത്തും വായനയും അതുപോലെ തന്നെ ഡ്രാമയും ഡിബേറ്റും ഒക്കെ ആയിട്ട് ഇത്ര കഷ്ടപ്പെടുന്നത് എന്തിനാണ്? യേ മുझे ദേഖ്, നീ എന്നെ നോക്കൂ, ക്യാ മോജ് ഭരി ജിന്ദഗി ഹെ, എൻ്റെ എത്ര സന്തോഷകരമായ എൻ്റെ ജീവിതമാണ് നോക്കൂ. സോർ സപ്പാട്ട ഖേൽ തമാശ, ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നു, കളിക്കുന്നു, സന്തോഷിക്കുന്നു. നീ എൻ്റെ ജീവിതം കണ്ട് നീ പഠിക്കൂ എന്ന് നരേന്ദ്ര അജയോട് പറയണം. इसके साथ ही एक आदमी, ഈ ബ്രാക്കറ്റിലിട്ടിരിക്കുന്നത് സന്ദർഭങ്ങളാണ്. इसके साथ ही एक आदमी थोड़े से ലോലിപോപ്പ് ബേസ്താ ഹുവ ആത്താ ഹെ. വേറൊരാൾ ലോലിപോപ്പ് വിറ്റുകൊണ്ട് ഒരാൾ കടന്നു വരികയാണ്. 50 पैसे में 3 ലോലിപോപ്പ്, 50 पैसे में 3, 50 പൈസയ്ക്ക് 3 ലോലിപോപ്പ്. അതാണ് അദ്ദേഹം വിൽക്കുന്നത്. അപ്പോൾ നരേന്ദ്ര പറയാണ് ചോക്കർ, ആശ്ചര്യപ്പെട്ടുകൊണ്ട് നരേന്ദ്ര പറയുന്നു അരെ സുനാ ഹേ തൂനെ, നീ അത് കേട്ടോ? 50 पैसे में 3 यानी 1 रुपये में 6 ലോലിപോപ്പ്. 50 പൈസയ്ക്ക് 3 എണ്ണം എന്ന് പറഞ്ഞാൽ 1 രൂപയ്ക്ക് 6 ലോലിപോപ്പ് കിട്ടുന്നു. മജ ആ ഗയ, വളരെ നന്നായി. പർ മേരെ തോ സാരെ പൈസ ഹി ഖത്തം ഹോ ഗए, എൻ്റെ കയ്യിലുണ്ടായിരുന്ന പൈസ എല്ലാം കഴിഞ്ഞു. ചൂരൻ ചുസ്കി ഐസ്ക്രീം ലേലി, ഐസ്ക്രീമും ഈ മിഠായികളൊക്കെ വാങ്ങിച്ചു. തേരെ പാസ് ഹോഗാ കുച്ച് പൈസ, നിൻ്റെ അടുത്തുണ്ടോ കുറച്ച് പൈസ? നരേന്ദ്ര അജയോട് ചോദിക്കണം. അപ്പോൾ അജയ് പറഞ്ഞു ഏക് ഭീ നെഹി, എൻ്റെ അടുത്ത് ഒരു പൈസയില്ല. നരേന്ദ്ര അപ്പോൾ പറയാണ് അരെ ഉധാർ ദേ, കടമായിട്ട് മതി. ഉധാർ കൽ 5 पैसे ज़्यादा लौटा दूंगा, നാളെ 5 പൈസ കൂടുതൽ നിനക്ക് തന്ന് തിരിച്ചു തരാം. സമജ് ക്യാ രഖാ ഹെ, നീ എന്താ വിചാരിച്ചത്? റുക്കർ കുറച്ച് നേരം നിന്നിട്ട് പറഞ്ഞു സുൻ റിക്ഷയ്ക്ക് തോ ഹോങ്കെ, റിക്ഷയിൽ പോകാനുള്ള ആ പൈസ നിൻ്റെ അടുത്തില്ലേ? അപ്പോൾ അജയ് പറയാണ് ഹാ ഹേ തോ, അതിനുള്ള പൈസ ഉണ്ട് എൻ്റെ അടുത്ത്. पर रिक्शे के पैसे के लॉलीपॉप खरीद लूँ, रिक्शे के पैसे के लॉलीपॉप खरीद लूँ मैं. അപ്പോൾ റിക്ഷയ്ക്ക് പോകാനുള്ള പൈസ കൊണ്ട് ഞാൻ ലോലിപോപ്പ് വാങ്ങണോ? ये तो चीटिंग है, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ചീറ്റിംഗ് ആണ്, ഞാൻ അങ്ങനെ ചെയ്യില്ല. അപ്പോൾ നരേന്ദ്ര പറയണ അരേ ബാപ്പ് റേ, ഓ തൂ തോ ഹരിശ്ചന്ദ്ര ജി കാ ഭീ പർദാദാ നിക്ല, നീ ഹരിചന്ദ്രൻ, സത്യം മാത്രം പറയുന്ന ഹരിചന്ദ്രൻ്റെയും മുത്തച്ഛനാണല്ലോ. മാങ്കെ പേസെ ദേനെ ലഗ സീഖ്, ഞാൻ പൈസ ചോദിച്ചു, നീ ഓരോ ലെസനാണ് നീ പറയാൻ തുടങ്ങുന്നത്. അപ്പോൾ ശുരു കർദി അപ്നി മഹാബോർ സ്പീച്ച് മദ്ദേ ठीक. അപ്പോൾ നീ ഞാൻ പൈസ ചോദിച്ചപ്പോഴേക്കും നീ നിൻ്റെ മഹാബോർ സ്പീച്ച് തുടങ്ങി. വേണ്ട എനിക്ക് വേണ്ട. മെനെ ഫീസ് നഹി ദി, ഞാൻ ഫീസ് അടയ്ക്കാൻ കൊണ്ടുവന്ന പൈസ എൻ്റെ അടുത്തുണ്ട്, അത് ഞാൻ ഫീസ് അടച്ചില്ല. ആജ് ഉസ്കെ പൈസ തോ ഹേ ഹി, അതിൻ്റെ ആ പൈസ എൻ്റെ അടുത്തുണ്ട്, അതുകൊണ്ട് ഞാൻ
ലോലിപോപ്പ് വാങ്ങും. അപ്പോൾ അജയ് പറഞ്ഞു സംജാത്തെ ഹുയെ, അജയ് അവനെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. ദേഖ് നരേന്ദ്ര, നോക്കൂ നരേന്ദ്ര, തൂ ഹമേശ ബിനാ സോച്ച് സംജെ കാം കർ ഡാൽത്തെ ഹൈ. നീ ഒന്നും ചിന്തിക്കാതെ ഓരോ കാര്യങ്ങൾ ചെയ്യും. മേരി ബാത് മാൻ, ഇസ് ആദ്മി സെ ലോലിപോപ്പ് ലേന ബിൽക്കുൽ ടീക്ക് നെയ്. ഞാൻ പറയുന്നത് കേൾക്കൂ, ഈ ആളിൽ നിന്നും ലോലിപോപ്പ് വാങ്ങുന്നത് തീർത്തും നല്ലതല്ല. മുझे लगता है, എനിക്ക് തോന്നുന്നു, യാ തോ യേ കहीं से चुरा कर लाया है. ഇത് ഈ ലോലിപോപ്പ് എന്ന് പറയുന്നത് അത് എവിടെ നിന്നോ കട്ടെടുത്ത് കൊണ്ടുവന്നതായിരിക്കണം ഇദ്ദേഹം, അല്ലെങ്കിൽ കहीं से നുക്സാൻദേഹ് ഖരാബ് മാൽ ഉഠാ ലായ ഹെ, മേരി മമ്മി कहती है. അപ്പോൾ ഇദ്ദേഹം, ഈ ലോലിപോപ്പുകാരൻ എവിടെ നിന്നെങ്കിലും കട്ടിട്ട് കൊണ്ടുവന്നായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് നല്ലതല്ലാത്ത എന്തെങ്കിലും സാധനം, അങ്ങനെയുള്ള സാധനമായിരിക്കാം ഇദ്ദേഹം വിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും സസ്ത എന്ന് പറഞ്ഞാൽ പൈസ കുറവിൽ, ഇത്ര വില കുറവിൽ അദ്ദേഹം ഇതുകൊണ്ടായിരിക്കാം വിൽക്കുന്നുണ്ടാവുക. എന്തോ ഇതിലൊരു പ്രശ്നമുണ്ട്, നീ ഞാൻ പറയുന്നത് കേൾക്കൂ. എൻ്റെ മമ്മി പറയാറുണ്ട്. അങ്ങനെ പറഞ്ഞ് കണ്ടിന്യൂ ചെയ്യുമ്പോഴേക്കും നരേന്ദ്ര ബാത് കാട്ട്കർ, അതിൻ്റെ ഇടയിൽ നിർത്തിക്കൊണ്ട്, അതിൻ്റെ ഇടയിൽ കയറിക്കൊണ്ട് പറയുകയാണ്, അരേ ഫിർ തുझे तेरी മമ്മി യാദാകി, വീണ്ടും എനിക്ക് നിൻ്റെ മമ്മിയെ ഓർമ്മ വന്നോ? മേരി ബാത് മാനേക, ഞാൻ പറയുന്നത് നീ കേൾക്കുമോ? തു ജറാ അപ്നെ ദൂസരെ കാൻ സേ ഭി തോ കുച്ച് കാം ലിയാ കർ. നീ നിൻ്റെ മറ്റേ ചെവി, ആ ചെവിയും കൂടി ഉപയോഗിക്കാൻ ഒരു അഡ്വൈസ് കൊടുക്കുകയാണ്. അപ്പോൾ അജയ് ചോദിക്കണം, ക്യാ മത്ലബ്, എന്താ നീ പറഞ്ഞതിൻ്റെ ഉദ്ദേശം? നരേന്ദ്ര പറയുന്നത് ഹസ്കർ എന്ന് പറഞ്ഞാൽ ചിരിച്ചുകൊണ്ട് പറയുകയാണ്, ഏക് കാൻ സെ സുനി ദൂസരെ കാൻ സെ നിക്കാൽ ദി, സംജ. ഒരു ചെവി കൊണ്ട് കേൾക്കുക, മറ്റ് ചെവി കൊണ്ട് അത് കളയുക, ആ കേട്ട കാര്യം പുറത്ത് കളയുക. അപ്പോൾ അജയ് പറയണം, സംജ, എനിക്ക് മനസ്സിലായി. अब तेरी बात के लिए ही ये दूसरा कान काम में लाऊंगा. അപ്പോൾ നീ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ ഞാൻ നീ പറയുന്ന കാര്യങ്ങൾ ഒരു ചെവിയോടെ കേട്ടിട്ട് മറ്റു ചെവിയിലൂടെ കളയും. ദോനോ ജോർ സെ ഹസ്തേ, രണ്ടുപേരും ഉറക്കെ ചിരിക്കുകയാണ്. അത് കഴിഞ്ഞ് നരേന്ദ്ര പറയുന്നു, സച്ച്മുച്ച് തൂ ജറൂർ സെ ज़्यादा सोचते हैं. ശരിക്കും നീ അളവിൽ കൂടുതൽ നീ ഒരുപാട് ചിന്തിക്കുന്നു. ഇസിസെ ഉംഗലി ദിഖാക്കർ, അതുകൊണ്ട് ഉംഗലി ഒരു കൈവിരൽ കാണിച്ചുകൊണ്ട് പറയാണ്, ദുബല സിക്കിയ ഹെ, അതുകൊണ്ടാണ് നീ വളരെ മെലിഞ്ഞ് ശോഷിച്ചിരിക്കുന്നത്. മുझे ദേഖ് ഹട്ട കട്ട ദാരാ സിംഗ് ക പട്ട റുസ്തമേ ഹിന്ദ്. അപ്പോൾ നീ എന്നെ നോക്കൂ, ഞാൻ ടെൻഷൻ എടുക്കാറില്ല, അതുകൊണ്ടാണ് ഞാൻ തടിച്ചു കൊഴുത്ത് ദാരാ സിംഗ് ക പട്ട, ഇത് ജസ്റ്റ് ഇതൊരു ദാരാ സിംഗിൻ്റെ മകനെ പോലെ, നല്ല ദാരാ സിംഗിനെ പോലെ വളരെ തടിച്ചു കൊടുത്തിരിക്കുന്നത്, ഹട്ടാകട്ടയായിരിക്കുന്നത്. അരേ ദേഖ് ലോലിപോപ്പ് വാല നിക്കൽ ഗയാ തേരി ബാത്തോമേ അരേ വോ. അപ്പോൾ പറയുകയാണ്, നിന്നോട് സംസാരിച്ച് ആ ലോലിപോപ്പുകാരൻ കടന്നു പോയിരിക്കുന്നു. അരേ വോ ജാര, അതാ പോകുന്നു. റുക്നാബായി, അപ്പോൾ ആ ലോലിപോപ്പുകാരനോട് പറയാണ്, നിൽക്കാൻ പറയാണ്. അജയ് തൂ ടെഹർ മേ അഭി ലേക്ക് ആയ, അജയനോട് പറയുന്നു നീ നിൽക്കും, ഞാനിപ്പോൾ ലോലിപോപ്പ് വാങ്ങിച്ചുകൊണ്ട് വരാം. അരേ ഹാ മേനെ അപ്നെ റിക്ഷയ്ക്ക് പൈസയ്ക്ക് തോ ചൂരൻ ചുസ്കി ഖാലി, എനിക്ക് റിക്ഷയിൽ പോകാനുള്ള എൻ്റെ വീട്ടിൽ നിന്ന് വന്ന പൈസ, അതുകൊണ്ട് ഞാൻ മിഠായിയൊക്കെ വാങ്ങിച്ച് കഴിച്ചിരിക്കുന്നു. എൻ്റെ അടുത്ത് ഇനി പൈസയില്ല. പ്ലീസ് അപ്പനെ സാധി റിക്ഷമേ ലേതെ ചെല്ലാം, എന്ന് നീ എന്നെ നിൻ്റെ റിക്ഷയിൽ കൊണ്ടുപോകണം. ബസ് അഭിയാത്താഹും, അപ്പോൾ ഞാനിപ്പോൾ തന്നെ വരികയാണ് എന്ന് പറഞ്ഞിട്ട് നരേന്ദ്ര പോവുകയാണ്. അജയ് ഇധർ ഉധർ ടഹൽത്ത ബേസബ്രി സെ ഇന്തസാർ കർത്ത ഹെ. അജയ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് നരേന്ദ്രനെ പ്രതീക്ഷിച്ച് കാത്തു നിൽക്കുകയാണ്. അവൻ പോയി ലോലിപോപ്പ് വാങ്ങി തിരിച്ചു വരുന്നത് നോക്കിയിട്ട്. അപ്പോൾ അജയ് ഇങ്ങനെ മനസ്സിൽ പറയുകയാണ്, ഇസ് നരേന്ദ്ര കോ കഭി അക്കൽ നഹി ആയേഗി, നരേന്ദ്രന് ഒരിക്കലും ബുദ്ധി വരാൻ പോകുന്നില്ല. സബ് സടി ഗലി ചീജെ
खाएगा और वार्षिक परीक्षाओं में बीमार पड़ेगा. അതായത് നല്ലതല്ലാത്ത സാധനങ്ങളെല്ലാം കഴിച്ചിട്ട് ആനുവൽ എക്സാമിൽ അവന് എന്തെങ്കിലുമൊക്കെ അസുഖം വന്നിട്ട് ആനുവൽ എക്സാം എഴുതില്ല. ആൻറ്റി ഡാഡ്ത്തി ഹെ, ആൻറ്റി അവൻ്റെ അമ്മ അവനെ ചീത്ത പറയാറുണ്ട്. ഫട്ട് ജൂഡ് ബോൽ ജായേഗ. അപ്പോൾ ചീത്ത പറയുമ്പോൾ അവൻ എന്തെങ്കിലും കള്ളം പറയും. ബേചാരി ആൻറ്റി ദേഖ് അഭി തക് നഹി ആയ. പാവം ആൻറ്റി, നോക്കൂ നരേന്ദ്രൻ ഇതുവരെ തിരിച്ചു വന്നില്ല. അപ്പോൾ അങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് ഇവിടെ അജയ് നരേന്ദ്രൻ്റെ. നമുക്ക് ഇനി അടുത്ത പാർട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ.